ഇന്നിപ്പോഴേ ഞാൻ എൻ്റെ വീട്ടിൽ, എൻ്റെ ചാവക്കാടത്തെ വീട്ടിലാണ്, തൃത്തല്ലൂർത്തെ വീട്ടിലല്ല കേട്ടോ. ഇതെൻ്റെ മിഥുവിൻ്റെ വീടാണ്, എൻ്റെ നാത്തൂൻ്റെ വീടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചൊവ്വാഴ്ച, ഞാൻ പറഞ്ഞിരുന്നല്ലോ കഴിഞ്ഞ വ്ളോഗിൽ, ചൊവ്വാഴ്ച നമ്മൾ ഇവിടേക്ക് പൂരത്തിനൊക്കെ പോകുന്നുണ്ടെന്ന്. അപ്പോൾ അവിടെ നിന്ന് എടുത്തുള്ളൊരു കുറച്ച് വീഡിയോസാണ് കേട്ടോ. അപ്പോൾ ഇതാണ് അവളുടെ വീട്. ഞങ്ങളൊരു സെയിം ഏജ് ആയ കാരണം കേട്ടോ അവളെന്നൊക്കെ വിളിക്കണേ. അപ്പോൾ നല്ല രസമായിട്ടൊക്കെ കാണാൻ. ഇത് തറവാട് കുറേ കൊല്ലം മുന്നത്തെ തറവാടാണ് കേട്ടോ, പണ്ടത്തെ തറവാടാണ്. അപ്പോൾ ഞാൻ ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ പൊടിക്ക് വന്ന് കാണിച്ചു തരുന്നുണ്ട്, അങ്ങോട്ട് വീഴും ഇറങ്ങണ്ടാന്നിട്ട്. അവളോട് വലിയ ആൾക്കാർ അങ്ങനെയാണ് പറയാറ്, അങ്ങോട്ട് പോവരുതെന്ന്. അപ്പോൾ ഞാൻ നോക്കണത് കണ്ടപ്പോൾ അവൾ എൻ്റെ അടുത്ത് വന്ന് പറയണം കേട്ടോ, അങ്ങോട്ട് ഇറങ്ങണ്ട അമ്മായി എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതെൻ്റെ ചേട്ടൻ്റെ രണ്ടാമത്തെ മോളാണ് കേട്ടോ. അപ്പോൾ അവളൊക്കെ ഒന്ന് പിടിച്ച് തിരിപ്പിച്ച്, പക്ഷെ ഞാൻ തന്നെ കൈ എൻ്റെ കൈ മുറിഞ്ഞാൽ വേഗം വിട്ടുകൊടുത്തു. ഞങ്ങളിവിടെ നിൽക്കണ കണ്ടപ്പോൾ അവർ രണ്ടാളും ഇറങ്ങി വന്നു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കായിരുന്നു. ഞങ്ങൾ കുറച്ചധികം ലേറ്റായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നേ. നല്ല അടിപൊളി ഫുഡായിരുന്നു, ചിക്കൻ ബിരിയാണി ബീഫും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇവർക്ക് ക്രിസ്മസ് സെലിബ്രേഷനേ കാരണം സ്കൂളിൽ പോയി, പിന്നെ ബാങ്കിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് തിന്നും കുറച്ചധികം ലേറ്റായി. ഇത് മിഥുവിൻ്റെ അനിയത്തിയാണ് കേട്ടോ. അങ്ങനെ പിള്ളേരൊക്കെ ഡ്രസ് കോഡ്, അവിടുത്തെ ഡ്രസ് കോഡ്, പൂരത്തിൻ്റെ ഡ്രസ് കോഡൊക്കെ ഇട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. ഫോട്ടോസിനും കുറച്ചപ്പോൾ ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനാട്ടാ, പിന്നെ വേണ്ട പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഇതാണ് കേട്ടോ പാട്. ഒരു ഫോട്ടോ എടുക്കാൻ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇത് മിഥുവിൻ്റെ വീട്ടിലേക്ക് കയറുന്ന സൈഡാട്ടാ. നമുക്കിപ്പോൾ ഇതിൽ കാണുമ്പോൾ നമുക്ക് എന്നെപ്പോലെ കുറച്ച് തടിയുള്ള ആൾക്കാർക്കും അതുപോലെ കുറച്ച് പ്രായമായ ആൾക്കാർക്കൊക്കെ കയറാനും ഇറങ്ങാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ കാണാൻ നല്ല രസമുണ്ട് അവിടെ. പൊട്ടി ഞാൻ വരുന്നത് നോക്കി അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ചേരം പുറത്ത് നിന്നിട്ട് മിഥുവിൻ്റെ ചേട്ടൻ്റെ പൂരൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കണ്ടിട്ട് പിന്നെ ഞങ്ങൾ നടന്നു. മിഥുവിൻ്റെ അമ്മായിമാരാട്ട, 3 അമ്മായിമാരാണ് ഫ്രണ്ടിൽ നടക്കണേ. അച്ഛനുണ്ട്, പിന്നെ വീട്ടിൽ നിന്ന് ഞാനും ചേട്ടനും അമ്മയാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ മിഥുവും പിള്ളേരും കുഞ്ഞേട്ടൻ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, സിനോ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പൊടിയുടെ കൈ പിടിച്ച് നടക്കുക കേട്ടോ. മിഥുവിൻ്റെ പുതിയ വീടിന് പണി കഴിഞ്ഞ് ഏകദേശം കുറച്ചൊക്കെ ആയിട്ടുണ്ട്, അപ്പോൾ അത് കാണാനൊക്കെ ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ പിന്നെ മിഥുവിൻ്റെ പാപ്പൻ്റെ വീട്ടിലേക്കും വെളിച്ചൻ്റെ ഒക്കെ വീട്ടിലേക്ക് പോകാനായിട്ട് ആയിക്കോട്ടെ അങ്ങനെ ഇറങ്ങാം കേട്ടോ. ഇതെനിക്ക് തോന്നുന്നു വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടി ഞാൻ നേരിട്ട് കാണുന്നതിനെക്കാട്ടി കൂടുതൽ ഭംഗി ചിലപ്പോൾ കാലത്തൊക്കെ ഭയങ്കര രസമുണ്ടാവും കേട്ടോ. ഈ സ്ഥലമൊന്നും നിങ്ങൾ കണ്ടു നോക്കിയേ, കണ്ട നല്ല രസമുണ്ട് ശരിക്കും. കറക്റ്റ് റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട് പാപ്പൻ്റെ വീട്ടിലേക്ക്. പക്ഷെ ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ അമ്മ മിഥുവിൻ്റെ കൈ പിടിച്ചിട്ട് ഇറങ്ങുന്നുണ്ട് കേട്ടോ. അമ്മ ലാസ്റ്റ് ആയപ്പം മിഥു വന്ന് കൈ പിടിക്കുന്നുണ്ട്. ഞാൻ ആരും പിടിക്കണില്ല, പക്ഷെ എനിക്ക് ആ സ്ഥലത്തേക്ക് ഭയങ്കര ഇഷ്ടം. കല്യാണം കഴിഞ്ഞ അവസരം ഒരു വട്ടം പോയിട്ടുണ്ട് ഇങ്ങനെ, എനിക്ക് വലിയ ഓർമ്മയില്ല. പക്ഷെ ഇതിൽ കാണാനായിട്ട് അടിപൊളിയാണ് നേരിട്ട് കാണാൻ കേട്ടോ. ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ട ഇങ്ങനെയായിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അമ്മായിമാരും അച്ഛനും ഒക്കെ ഇറങ്ങുന്നുണ്ട്, അവർക്ക് പരിചയമുണ്ട്. എന്നാൽ